എന്നാ 30? ഡിസംബർ 30. ഡിസംബർ 30 എന്താണ്? ഡിസംബർ 30-ാം തീയതി ഒരു പുണ്യജന്മം. പുണ്യജന്മം? ആ കുഞ്ഞാണ് വിട്ടിരിക്കുന്നത്. ആ കുഞ്ഞാണ് ഈ വലിയ കുഞ്ഞ്. വലിയ കുഞ്ഞ്. ഇന്നലെ എനിക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ് ഞാൻ കാണിക്കാവേ. ഇത് ഇന്നലെ നാളെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അവർക്ക് ആർക്കും വരാൻ പറ്റാത്തത് കൊണ്ട് ഇന്നലെ എല്ലാവരും വന്ന് സർപ്രൈസ് ചെയ്ത് ഗിഫ്റ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് എൻ്റെ ഒരേ ഒരാളിനെയും നാത്തൂനും കൊണ്ട് തന്നതാണ് ഗിഫ്റ്റാണ്. അപ്പോൾ എല്ലാ വർഷവും ചെയ്യാറുണ്ട്. ഞാൻ പിന്നെ ഈ ഹോസ്റ്റലിലൊക്കെ ആയിരുന്ന സമയത്ത് ബർത്ത്ഡേ അവിടെ കേക്ക് മുറിക്കുമായിരുന്നു. ഫ്രണ്ട്സ് എല്ലാവരും കൂടി കേക്ക് മുറിച്ച് ആഘോഷിക്കുമായിരുന്നു. അപ്പം കുറച്ച് നാളെ വീട്ടിൽ നിന്നിട്ടുള്ളൂ, ബാക്കി ഫുൾ ടൈം ഞാൻ ഹോസ്റ്റൽ ജീവിതമായിരുന്നു. അപ്പം ഹോസ്റ്റലിൽ നിന്നുണ്ട്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഫുള്ള് ഞാൻ നിന്ന സമയത്ത് അപ്പാപ്പിയാണ് എനിക്ക് കേക്ക് മേടിച്ചു വരുന്നത്. ഡിസംബർ 30 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ കേക്ക് മേടിച്ചുകൊണ്ട് എനിക്ക് തരുമായിരുന്നു. കാരണം ആ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിലെ തന്നെ ഏറ്റവും മൂത്ത കുട്ടി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു പ്രത്യേക കരുതലും സ്നേഹവുമാണ്. അതിപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വലിയപ്പാപ്പി ആണ് എനിക്ക് എല്ലാ വർഷവും കേക്ക് മേടിച്ചുകൊണ്ട് തരുമായിരുന്നു. കേക്ക് മുറിക്കും മസ്റ്റ്. അവരുടെ മക്കൾക്ക് പോലും കേക്ക് മുറിക്കത്തില്ല, പക്ഷേ എനിക്കായിരുന്നു കേക്ക് മുറിക്കുന്നത്. അപ്പം 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 3 വർഷവും ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് അവൻ വീട്ടിൽ നിന്ന് വന്ന് എനിക്ക് ഗിഫ്റ്റൊക്കെ തരാറുണ്ട്. ഇന്നലെ എനിക്ക് എൻ്റെ ആങ്ങളെയും നാത്തൂനും കൊണ്ട് തന്ന ഗിഫ്റ്റാണ് ഇത്. അവരുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോയാണ്. അതാണ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നത്. അതിനകത്ത് അച്ഛനും അമ്മ, അനിയൻ, അവൾ, നാത്തൂന്, ഞങ്ങൾ 2 പേരും എല്ലാവരും ഉണ്ട്. എനിക്കിത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. ഒത്തിരി സന്തോഷമായി, ഒരുപാട് സന്തോഷം. ഭയങ്കരമായിട്ട് വിഷമം വന്നു എനിക്ക് ഇവരുകൊണ്ട് ഈ ഗിഫ്റ്റ് തന്നപ്പോൾ. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. കേക്ക് മേടിച്ചുകൊണ്ട് തന്നു, കേക്ക് മേടിച്ചുകൊണ്ട് തന്ന്, ലഡു മേടിച്ചുകൊണ്ട് തന്ന്. പിന്നെ കേക്കൊക്കെ ഇന്നലെ ഞങ്ങൾ അപ്പം തന്നെ കഴിച്ചു കേട്ടോ. എനിക്കങ്ങനെ ക്രീം കേക്കിനോട് താല്പര്യമില്ല, കേക്ക്. അതുകൊണ്ട് തന്നെ പ്ലം കേക്ക് എനിക്ക് മേടിച്ചുകൊണ്ട്, എനിക്കതാണ് ഇഷ്ടം കൂടുതൽ. അപ്പോൾ എനിക്കതാണ് മേടിച്ചുകൊണ്ട് തന്നത്. പിന്നെ അടുത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും എനിക്ക് ഡ്രസ്സാണ് മേടിച്ചുകൊണ്ട് തരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് പാത്രം. ഞാനൊരു കുടുംബിനി ആയതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് ഈ വീട്ടിലേക്ക് ഈ പാത്രം ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്കിതാണ് അവർ ഗിഫ്റ്റ് ചെയ്യുന്നത്. ഇതാണ് അവരുടെ വക ഗിഫ്റ്റ്. ഉപകാരപ്പെട്ടൊരു സാധനം എനിക്ക് അവർ മേടിച്ചു കൊടുത്തത്. എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. എനിക്ക് അവർക്ക് ഇത്രയൊരു പ്രായത്തിലും അവർ ഭയങ്കര സന്തോഷം. എന്നാ പറയണമെന്ന് അറിയത്തില്ല, ഭയങ്കര ഹാപ്പിയായി. ഇനി എൻ്റെ കൊച്ചിൻ്റെ വക എനിക്ക് ഇതുവരെ ഗിഫ്റ്റൊന്നും കിട്ടിയില്ല. ഇതുവരെ ഒന്നും പറഞ്ഞു പോലില്ല, വിഷ് പോലും ചെയ്തില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് വിഷ് ചെയ്ത് തുടങ്ങി. എന്നിട്ട് പോലും ഇവിടുന്ന് ആരും എന്നോടൊന്ന് ഗിഫ്റ്റ് എനിക്ക് ഒരു ബർത്ത്ഡേ വിഷ് ഒന്നും പറഞ്ഞില്ല. എന്നാന്നും വേണ്ടാതെ പറയുന്നില്ല. അത് രാത്രി 12 മണിക്ക് ഉറങ്ങുമ്പോൾ വിളിച്ചു കഴിഞ്ഞിട്ട്. അതെ, നാളെ ബർത്ത്ഡേ. നാളെ അഡ്വാൻസ് പറയാറുണ്ട് എല്ലാവരും എന്നോട് പറഞ്ഞു ബർത്ത്ഡേ വിഷസ്.